കാർഷിക സംസ്കൃതിയുടെ നീർക്കാഴ്ചയായി മാറുകയാണ് ചിട്ടികുളങ്ങര ഭരണിച്ചന്ത. ഓണാട്ടുകരയുടെ തനത് കാർഷിക വിഭവങ്ങളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും വലിയ ശേഖരമാണ് ചന്തയിലുള്ളത്. ചിട്ടികുളങ്ങര പഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിലാണ് ഭരണിച്ചന്ത പ്രവർത്തിക്കുന്നത്. കൃഷിക്ക് പേരുകേട്ട ഓണമൂട്ടുകരയുടെ വിളവെടുപ്പ് ഉത്സവമാണ് കുംഭഭരണി. അതുകൊണ്ട് തന്നെ ഭരണിനാളിൽ ക്ഷേത്രത്തിലെത്തി ഉത്സവം കണ്ട് മടങ്ങുന്നവർക്ക് ഭരണിച്ചന്തയിൽ കയറാതെ പോകാനാകില്ല. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന മണാത്ത് അയ്യത്ത് വളപ്പിലാണ് ചന്ത പ്രവർത്തിക്കുന്നത്. ഓണാട്ടുകരയുടെ തനത് കാർഷിക വിഭവങ്ങൾ വിറ്റഴിക്കുന്ന ഭരണിച്ചന്തയിൽ നിത്യോപയോഗ സാധനങ്ങൾ കൂടാതെ കൃഷിക്കായുള്ള വിത്തുകളും ലഭ്യമാണ്. കാച്ചിൽ, ചേന, ചേമ്പ്, ഇഞ്ചി, പുളി എന്നിവയുടെ വലിയ ശേഖരമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കറിക്കത്തികൾ, ഗൃഹോപകരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, തൂമ്പ, പിക്കസ്, മൺവെട്ടി തുടങ്ങിയ കാർഷിക ഉപകരണങ്ങളും ഇവിടെ ലഭ്യമാണ്. ഇവിടെ വന്ന എല്ലാ സാധനവും നമുക്ക് വാങ്ങി തിരിച്ചു പോവാം. പിന്നെ ചേന, കാച്ചില്, ചേമ്പ് എല്ലാം കിട്ടും. എല്ലാം നല്ല വില സഹായത്തിന് കിട്ടുകയും ചെയ്യും. ഇവിടുന്ന് ഇരുമ്പ് സാധനങ്ങളുണ്ട്, പിന്നെ പലചരക്ക് സാധനങ്ങളുണ്ട്, കൊട്ടകളുണ്ട്, കൊട്ടവട്ടി എല്ലാ സാധനങ്ങളും കിട്ടും. തലച്ചുമടായും കാളവണ്ടിയിലും ഒരു കാലത്തെ വിൽപ്പന വസ്തുക്കൾ എത്തിയിരുന്നിടത്ത് കാർഷിക ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതോടെ ചന്തയുടെ പ്രസക്തിക്കും മങ്ങലേറ്റു. ചിട്ടികുളങ്ങര ചന്ത അതിപുരാതനവും പ്രശസ്തവുമായ ഒരു ചന്തയാണ്. ഇതിപ്പോഴ് ചിട്ടികുളങ്ങര കുംഭഭരണി പ്രമാണിച്ച് മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. പണ്ട് കാലത്ത് ഇത് എല്ലാ മൃഗങ്ങളെയും ഭക്ഷ്യമൃഗാദികളെയും വാങ്ങിക്കാൻ ഉപകരിച്ചിരുന്നു. ഇന്നിത് വിത്തുകൂലി മാത്രം ആയിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴും ഇത് വളരെ പ്രശസ്തമായ ചന്തയാണ്. ഇന്ന് ഓണാട്ടുകരക്കാരുടെ ഏക ആശ്രയം കൂടിയാണിത്. കാച്ചില്, ചേന, ചേമ്പ്, മഞ്ഞള്, ചെറിയ ചേമ്പ് ഒക്കെയാണ് വിൽപ്പന. ഞാൻ 30 വർഷമായിട്ട് വരുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടമായിട്ട് അന്ന് പിന്നെ തൂക്കമല്ലായിരുന്നു. ഞാൻ അന്ന് 125 വെള്ളക്കാച്ചിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴത് പോയിട്ട് എനിക്ക് 10 കാച്ചിൽ കൊണ്ടുവരാനില്ല. ഇപ്പം കാർഷികോൽപാദനം വളരെ കുറവാണ്. ഭരണി മഹോത്സവത്തിലെ പ്രസാദമാണ് കൊഞ്ചും മാങ്ങയും ചേർത്ത കറി. കുംഭഭരണിക്ക് ദിവസങ്ങൾ മുൻപ് തന്നെ ഉണക്കച്ചെമ്മീനും പച്ചമാങ്ങയും ക്ഷേത്ര പരിസരത്ത് വിൽപ്പനയ്ക്കെത്തും. ലക്ഷക്കണക്കിന് രൂപയുടെ ഉണക്കച്ചെമ്മീനും മാങ്ങയുമാണ് ഉത്സവകാലത്ത് കടകളിലും വഴിയോരങ്ങളിലുമായി വിറ്റഴിക്കുന്നത്. ഓണാട്ടുകരയിൽ അടക്കം കൃഷിയിലുണ്ടായ തകർച്ച ചന്തയുടെ പഴയ പ്രതാപത്തിന് മങ്ങലേൽപ്പിച്ചെങ്കിലും ഭരണിച്ചന്ത ഇപ്പോഴും സജീവമായി തുടരുന്നു. വിജീഷ് കുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.